ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ വൽ ജിന്നു തഹ്തിഫു വൽ അൻവാറു സാത്തിഅത്തുൻ വൽ ഹഖ്ഖു യദ്ഹറു മിൻ മഅനൻ വമിൻ കലിമി വൽ ജിന്നുകൾ തഹ്തിഫു അവ അശരീരി മുഴക്കിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട രാത്രിയിൽ ജിന്നുകൾ അശരീരി മുഴക്കി നടന്നു. എന്താണ് അവരുടെ മുദ്രാവാക്യം? അശരീരിയുടെ പ്രമേയം എന്താണ്? നബിയെ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു, നബിയെ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു എന്ന അശരീരിയുമായി അവർ ഉലാത്തി നടന്നു. വൽ അൻവാറു, ഒരു പ്രത്യേകതരം പ്രകാശം, അതായത് നബി തങ്ങളെ പ്രസവിക്കപ്പെട്ട രാത്രിയിൽ പ്രസവ സന്ദർഭത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രത്യേകതരം പ്രകാശം. സാത്തിഅത്തുൻ, അത് ജ്വലിച്ചു ഉയർന്നു പൊങ്ങുന്നതായി. വൽ ഹഖ്ഖു, സത്യം, അതായത് വിലാദത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഖുറൂജുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ കാഫത്തിൽ ഖൽഖി, മൊത്തം ജനങ്ങളിലേക്കുമുള്ള നബിയുടെ പുറപ്പാട്, അവിടുത്തെ നിയോഗം, ആ ജനന റിപ്പോർട്ട്, യദ്ഹറു, അത് വെളിപ്പെടുന്നു, വിളംബരം ചെയ്യപ്പെടുന്നു, മിൻ മാനൻ, അടയാളത്തിലൂടെയും, ഒമിൻ കലിമി, സംസാരത്തിലൂടെയും. അടയാളത്തിലൂടെ നബിയുടെ ജനന വിവരം പ്രത്യക്ഷപ്പെടുന്നു, വെളിവാകുന്നു എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ ഒരു അലൗകികമായ പ്രകാശം, അത് റസൂലുള്ളാഹിന്റെ പ്രസവ വിവരത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒമിൻ കലിമി, സംസാരത്തിലൂടെ എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ അശരീരി. അപ്പൊ അവരെ അശരീരി മുഴക്കി ഇങ്ങനെ നടക്കുകയാണല്ലോ. വൽ ജിന്നു തഹ്തിഫു എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥ ഉദ്ദേശം സാറത്തിൽ ജിന്നു തഹ്തിഫു ഫിൽ ജിബാൽ, നബിയെ പ്രസവിക്കപ്പെട്ട രാത്രിയിൽ ജിന്നുകൾ അവര് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അവര് നബിയെ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു, നബിയെ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ അശരീരി മുഴക്കി നടന്നുകൊണ്ടിരുന്നു. വൽ അൻവാറു സാത്തിയത്തുൻ എന്ന് പറഞ്ഞാൽ നബിയെ പ്രസവിക്കപ്പെട്ട സമയത്ത് ഒരു പ്രകാശം പൊങ്ങിയ കഥ ഹദീസിൽ വന്നിട്ടുണ്ട്. നബിയുടെ മാതാവായ ആമിന ബീവി പറയുന്നു, ലമ്മാ വലത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയെ പ്രസവിച്ചപ്പോൾ ഖറജ മിൻ റഹിമി നൂറുൻ, എൻ്റെ ഗർഭാശയ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേകതരം പ്രകാശം പുറപ്പെട്ടു പൊങ്ങി. അലാ അലഹു ഖുസൂർ ഷാം, ആ പ്രഭയിൽ ഞാൻ ഷാമിലുള്ള കൊട്ടാരങ്ങൾ, മണിമന്ദിരങ്ങൾ ഞാൻ കാണുകയുണ്ടായി, എനിക്ക് ദൃശ്യമായി. അപ്പൊ ഈ പ്രകാശം, അതാണ് അവിടെ ഉദ്ദേശം, അത് ഉയർന്നു പൊങ്ങി, അത് നബിയുടെ പ്രസവ വിവരം അറിയിക്കുന്നുണ്ട്. വൽ ഹഖു, നബിയുടെ സത്യം, അതായത് നബിയുടെ പുറപ്പാട്, മുഴുവൻ ജനങ്ങളിലേക്കുമുള്ള അവിടുത്തെ പുറപ്പാട്, യദ്ഹറു, അത് പ്രത്യക്ഷപ്പെടുന്നു, വെളിവാകുന്നു, വിളംബരം ചെയ്യപ്പെടുന്നു, മിൻ മഅനൻ, ആ അടയാളത്തിലൂടെ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രകാശം. അതുപോലെ തന്നെ ഒമിൻ കലിമി, സംസാരത്തിലൂടെയും, അതായത് ജിന്നുകളുടെ അശരീരി. വൽ ജിന്നു തഹ്തിഫു വൽ അൻവാറു സാത്തിഅത്തുൻ വൽ ഹഖ്ഖു യദ്ഹറു മിൻ മഅനൻ വമിൻ കലിമി.